എന്റേതല്ലേ വാവേ ഒന്നു പിണങ്ങാതെ ഒന്നു കൂടെ പോരൂ പൂവേ മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയില്ലേ താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചേമ്പാതിരിൽ എന്റെ മുട്ടില എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ നിന്നു പിണങ്ങാതെ ഒന്നു കൂടെ പോരൂ പൂവേ എന്നും വീണാളം വന്നു കണ്ണിൽ തൊട്ടാലും എന്നെ കണി കണ്ടേ മണിമുത്തേ മുത്തുണരൂ എന്നും വീണാളം വന്നു കണ്ണിൽ തൊട്ടാലും എന്നെ കണി കണ്ടേ മണിമുത്തേ മുത്തുണരൂ തുമ്പ കൊണ്ടു തോണി തുമ്പി കൊണ്ടൊരാന കണ്ണിരുത്തി നിന്നും കാണാ കണ്ണാടി തുമ്പ കൊണ്ടു തോണി തുമ്പി കൊണ്ടൊരാന കണ്ണിരുത്തി നിന്നും കാണാ കണ്ണാടി വിളിച്ചുണർത്താൻ കൊതിച്ചു വന്നു കൈമണിക്കാറ്റ് ഇടനെഞ്ചിലെ തൊട്ടിലിലെ താരാട്ടുപാട്ട് എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ നിന്നു പിണങ്ങാതെ ഒന്നു കൂടെ പോരൂ പൂവേ ആരാരിരാരോ ആരാരിരോ എന്നും പ്രിയമോടെ ഒന്ന് ചൊല്ലിത്തന്നാലേ ചുണ്ടിൽ ജപമാകും ഹരിനാമം പൂവണിയോ എന്നും പ്രിയമോടെ ഒന്ന് ചൊല്ലിത്തന്നാലേ ചുണ്ടിൽ ജപമാകും ഹരിനാമം പൂവണിയോ നീ വെടിഞ്ഞ കൂടും കൂടനഞ്ഞരാവും ഇന്നു തനിച്ചാവാൻ എന്റെ കുഞ്ഞോളി നീ വെടിഞ്ഞ കൂടും കൂടനഞ്ഞരാവും ഇന്നു തനിച്ചാവാൻ എന്റെ കുഞ്ഞോളി കൊളുത്തി വെച്ചൊരു തിരിവിളക്കിന്റെ നേരിയ നാളം മനസ്സിലുള്ളൊരു നൊമ്പരത്തിൻ കേൾക്കാത്തൊരീണം എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ നിന്നു പിണങ്ങാതെ ഒന്നു കൂടെ പോരൂ പൂവേ മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയില്ലേ താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചേമ്പാതിരിൽ എന്റെ മുട്ടില എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ നിന്നു പിണങ്ങാതെ ഒന്നു കൂടെ പോരൂ പൂവേ എന്നും വീണാളം ആന്യ, എന്തോ താങ്ക് യു സോ മച്ച് ഈ ഒരു സോങ് സെലക്ട് ചെയ്തതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. ചോദിക്കാം നമുക്ക്. ആ. ഓക്കെ, ശരത് സർ. പാറു, ആ പാറുവിന് എന്തുകൊണ്ടാണ് ഈ പാട്ട് പ്രത്യേക ഒരു
താല്പര്യം? എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അതില് പിന്നെ ഭയങ്കര ഒരു അമ്മ മകൾ ആ ഒരു ഇത് ബോണ്ടിങ് കാണിക്കുന്ന ഒരു സോങ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ സിനിമയും എനിക്ക് ഇവളിങ്ങനെ സത്യം ക്ലൈമാക്സിൽ ഉർവശിച്ച ഒരു കൊച്ചിനെ എടുത്തിട്ട് വരില്ലേ, അതേപോലെ ഇതേപോലത്തെ ഒരു ഡ്രസ്സും ഇങ്ങനെ മുടിയൊക്കെ ഇട്ടിട്ട് ആ കുട്ടി വരുന്നേ. അയ്യോ, അത് തന്നെ ആയിരിക്കുമോ ഈ കുട്ടി? അതല്ല, ആ കുട്ടി ഇപ്പൊ വലുതായിട്ടുണ്ടാവും. എന്തൊക്കെയാലും മോളെ നല്ല രസമുള്ള ഒരു പാട്ട്, എന്ത് നല്ല ഒരു ക്യൂട്ടായിട്ടും അതുപോലെ തന്നെ ലിറിക്സും അതിമനോഹരം, പറയാതിരിക്കാൻ വയ്യ. അത് അങ്ങനെയുള്ള ലെജൻസിൻ്റെ കൂട്ടുകെട്ട് വരുമ്പോൾ അത് അങ്ങനെയുള്ള നല്ല സൃഷ്ടികളെ പുറക്കത്തുള്ളൂ. അപ്പോൾ അത് ബ്യൂട്ടിഫുള്ളായിട്ടൊരു പാട്ടെടുത്തുകൊണ്ട് വന്നതിന് കെട്ടിപ്പിടിച്ച് ഇതിന് മലയാളം അറിഞ്ഞൂടാ അല്ലേ? സോറി മോളെ, എനിക്ക് മലയാളം അറിയാം, കുറച്ച് വാക്ക് മനസ്സിലാവില്ലാന്നുള്ളൂ. ഓക്കെ മോളെ, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല ഞങ്ങക്ക്. ആ ഉമ്മ എന്നുള്ളത് മനസ്സിലായല്ലോ. ഉമ്മ. ആ ഓക്കെ മോളെ. അപ്പോൾ മക്കളെ നന്നായിട്ട് പാടി. അപ്പോൾ ചില ഏരിയകൾ എനിക്കൊരു ഒന്നുകൂടി ഇപ്പോൾ അനുപല്ലവിയുടെ തുടക്കം, അതുപോലെ കൈമണിക്കാറ്റ് ഒന്ന് പാടാമോ? അവിടെ ഒരു ഡൗട്ട് വന്നു കുഞ്ഞിന്. തൈയാണോ കൈയാണോ? തൈമണി. മകൾ അതൊന്ന് കൃത്യമായിട്ട് നോട്ട്സ് ഒന്ന് പാടുമോ? ഞാൻ അതിനാ പാടാൻ പറഞ്ഞു. അതിനുശേഷം ഓക്കെ, ഇപ്പോഴാണ് കാറ്റായത്. മറ്റേത് എന്തോ ആയിരുന്നു മോളെ. അതുപോലെ പിന്നെയും ആ സംഗതി ഒന്ന് പെർഫെക്റ്റ് ആവാം. ഒന്നാ പാടാമോ കുഞ്ഞിന്? പിന്നെയും നീ എൻ്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിലിൽ എന്തേ മുട്ടിയില്ല. ആ പിന്നെയും അതായിരുന്നല്ലേ. അപ്പം മോള് പാടിയപ്പോൾ വേറെ എന്തോ പോലെ ഫീൽ ചെയ്തു ലാസ്റ്റ്. അത് കുറച്ച് സ്ലിപ്പായി. അത് കുഴപ്പമില്ല. പിന്നെ എന്നും പ്രിയമ്മയുടെ ചുണ്ടിൽ അത് കുഴപ്പമില്ല, അതൊക്കെ പിള്ളേർക്ക് വരുന്നതാണ്. മറ്റേ മക്കളെ പക്ഷേ എങ്കിലും നല്ല ക്യൂട്ടായിട്ടൊരു ഉഗ്രം കോമ്പോസിഷൻ, അതുപോലെ ഉഗ്രം ലിറിക്സ്. അത് ലിറിക്സ് നമ്മൾ കുറേ എൻജോയ് ചെയ്തതിൽ ബ്യൂട്ടിഫുൾ മോളെ. അപ്പം മക്കൾ ഇത്രയും പാടിയല്ലോ. ആന്യ എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. ഭയങ്കര എന്താ പറയാ, ഒരു ചക്കര പാട്ട് എന്നൊക്കെ നമ്മൾ പാട്ടില്ലേ, ചക്കരപ്പാട്ട്. ഗിരീഷ് ഏട്ടൻ്റെ ഉഗ്രൻ എഴുത്തും എന്ത് രസത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്, ബ്യൂട്ടിഫുൾ എഴുത്ത്. പിന്നെ അതുപോലെ തന്നെ ചിത്രാമ്മ പാടി വെച്ചിട്ടുമുണ്ട്, രാജാസറിന്റെ മ്യൂസിക്. മോള് നന്നായിട്ട് പാടി കേട്ടോ, നല്ല ക്യൂട്ട് സിംഗിങ് ആയിരുന്നു. പക്ഷെ മോളെ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് മോള് ഭയങ്കര ഒതുക്കിയിട്ടാണ് പാടുന്നത് കേട്ടോ. ഇതിൽ കുറച്ച് ഓപ്പൺനെസ് വരേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ മോളിങ്ങനെ ഒതുക്കി ഇങ്ങനെ ഒരു ഷെല്ലിലാണ് പാടിക്കൊണ്ടിരിക്കണേ. ഇത് നമുക്കൊരു ഓപ്പൺനെസ് അത് ഇപ്പോഴേ മോള് ട്രെയിൻ ചെയ്ത് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് പാടുന്ന എല്ലാ പാട്ടും ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് യു ഹാവ് ടു ട്രെയിൻ യുവർ സെൽഫ് കേട്ടോ. കുറച്ചുകൂടെ ഓപ്പൺനെസ് വേണം. തുമ്പ കൊണ്ട് തോണി, തുമ്പി കൊണ്ടൊരാന എന്നൊക്കെ പറയുമ്പോൾ അത് ആന്യ, തുമ്പി കൊണ്ടൊരാന്യ, അതിൻ്റെ ഇടയിൽ കൂടെ സ്കോർ ചെയ്യണം. അപ്പോൾ അവിടെയൊക്കെ കുറച്ചുകൂടി ഓപ്പൺ ആവാം. അവിടെയൊക്കെ മോൾ ഇങ്ങനെ ഒതുക്കിയിട്ടാണ് പാടുന്നത്. യു ഹാവ് ടു. അതുകൊണ്ടായിരിക്കും. സോറി മോൾ, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ആനന്നൊക്കെ പറയുമ്പോ ഇച്ചിരി ഹൈ ആവാലോ. നേരെ ഗുരുവായൂർ കേശവനാ പിടിച്ചത്. നമുക്കിനി ഇടയ്ക്ക് ഇവിടെ സെന്ററിൽ ഒരു സ്റ്റൂൾ ഇട്ട് കൊടുക്കാം. പിന്നെ എന്നും പ്രിയമോടെ ഒന്ന് ചൊല്ലിത്തന്നാലേ ചുണ്ടിൽ ജപമാകും ഹരിനാമം പൂവണിയോ. അനുപല്ലവി ഒന്ന് പാടിക്കേ. അനുപല്ലവി നല്ല ശബ്ദം. വീണാളം വന്നു കണ്ണിൽ തൊട്ടാലും എന്നെ കണി കണ്ടേ മണിമുത്തേ മുത്തുണരൂ. ഭയങ്കര ക്യൂട്ട്. എന്നും ലേറ്റായിട്ടാ പാല് കൊണ്ടുവരുന്നത്. ഭയങ്കര ക്യൂട്ടാണ്. വെരി ക്യൂട്ട്, വെരി നൈസ് കേട്ടോ നമ്മളെ. ശ്രുതി പ്രശ്നമൊന്നും എവിടെ ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ ഈ ടുവേർഡ്സ് ദി എൻഡ് ബ്രെത്ത് പോയ എന്താ സംഭവിച്ചത്? അവസാനമായപ്പോഴേ എന്ത് പറ്റി? കുറച്ച് കുഴപ്പിയോ? മകളെ കുഴപ്പിയാണോ ഉഴപ്പിയാണോ പറയുന്നത്? ഉഴപ്പിയാന്ന്. പിന്നെ മോൾ എന്താ പറഞ്ഞത്? കുഴപ്പി. കുറച്ച് ക്ഷീണിച്ചു വന്ന. ക്ഷീണിച്ചു അതിന് കുഴപ്പി അല്ലേ? നമ്മൾ ശരിയാ, നമ്മളിവിടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മള് റൂമിൽ ചെല്ലുമ്പോൾ നമ്മൾ കുഴപ്പി അല്ലേ?
നമ്മൾ അത് കുഴപ്പമാവും. എന്തായാലും മോളുടെ വോയിസ് ഭയങ്കര രസമുണ്ട്. എനിക്ക് ആ വിളിച്ചുണർത്താൻ കൊതിച്ചു വന്നു. അവിടെ ക്ലാരിറ്റി ഒരു പ്രശ്നം പോലെ ഫീൽ ചെയ്തു. ബാക്കി എവറിത്തിങ് ഇസ് നൈസ് ഉണ്ട് കേട്ടോ. ഈ പിടിച്ച് പാടുന്നത് നമ്മളൊന്ന് റിലീസ് ചെയ്യണം. ഓക്കെ, മോൾ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ ആനിയ എന്തോ നല്ല സോങ്. ഈ പറഞ്ഞ പോലെ രാജാ സാറിന്റെ ഒരു ഗിരീഷേട്ടൻ എഴുതി ഒരു ഗംഭീര സോങ്. ആ സോങ് സെലക്ട് ചെയ്തതിന് താങ്ക്സ്. ആദ്യം മോൾക്ക് ചേരുന്നൊരു പാട്ടാണ്. അപ്പോൾ ഇതിൽ മോളെ ഈ പറഞ്ഞ പോലെ എന്നും മോൾ ടേക്ക് ഇടുന്ന സമയത്ത് എന്നും 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 എന്തിനാ പറയുന്നത്, എന്നും എന്തിനാ ഇങ്ങനെ പറയുന്നത്? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആ കയറി വരുന്നുണ്ടായിരുന്നു ആ സംഭവം. പിന്നെ അങ്ങനെ എൻ്റെ കണി കണ്ടേ മണിമുത്തേ മുത്തുണങ്ങൂ എന്നും എന്നും കേട്ടോ. അത് ഭയങ്കരമായിട്ട് അതിന്റെ ഫീൽ കളയായിരുന്നു. ആ എന്ന് സിമ്പിളായിട്ട് പാടിയാ പോരെ. പിന്നെ കാണാ കണ്ണാടി താരേ താരേരാ, അത് പിച്ചിങ് ഒന്ന് പാടിക്കേ. ആ ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ ആ സമയത്ത് മോൾക്കത് വർക്ക് ആയില്ല. പിന്നെ വിളിച്ചുണർ അതൊന്ന് പാടിക്കേ. മോളിങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെടണ്ട, സിമ്പിൾ ആയിട്ട് പാടിക്കേ. വിളിച്ചുണർത്താൻ. മോൾ ഒരുപാട് സ്ട്രെസ് ചെയ്യുന്നുണ്ട്, എക്സ്പ്രഷൻസ് ഒക്കെ ഒരുപാട്. വിളിച്ചുണർത്താൻ അങ്ങനെ നമ്മൾ ഇപ്പോഴേ മോള് ബ്രേക്ക് ചെയ്യണം. വിളിച്ചുണർത്താൻ കൊതിച്ചു വന്നു താരേ. ആ ഒരു അന്ന് അങ്ങനെ ഓപ്പൺ ആയിട്ട് പാടിക്കേ. എന്ത് സുഖമുണ്ട് കേൾക്കാൻ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇടുന്ന സമയത്ത് അതിനൊരു ഫീൽ ഉണ്ടാവും. എല്ലാം നമ്മൾ അതുപോലെ അപ്ലൈ ചെയ്യുമ്പം ഫീൽ ഉള്ള സമയത്ത് നമുക്ക് കിട്ടില്ലത്. എല്ലാം ഒരുപോലെ ഇരിക്കും. മനസ്സിലായോ? പിന്നെ ലാസ്റ്റ് പിന്നെ പിന്നെയും നീ താരേ അതൊന്ന് പാടിക്കേ. പിന്നെയും നീ പിന്നെയും നീ തണ്ടാരേ പിന്നെയും നീ താരേ പിന്നെയും നീ പിന്നെയും പാടിക്കോ. പിന്നെയും നീ. ആ കേട്ടോ, ആ നോട്ട്സ് ഒന്നും ക്ലിയർ ആയില്ല ആ സമയത്ത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കുറച്ചുകൂടി ബെറ്റർ ആക്കണം. എനിക്കൊന്ന് സ്ട്രെയിൻ ഉണ്ട്, കുറച്ച് വോക്കൽ സ്ട്രെയിൻ ഇടയ്ക്കൊക്കെ ക്രാക്കുന്നുണ്ടായിരുന്നു. ഓക്കെ മോളെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. അന്യക്കുട്ടാ എന്തോ മാർക്സ് ചോദിക്കാം. ആ. ഹരിച്ചേട്ടാ എത്ര മാർക്ക് ആയിരിക്കും ആന്യയുടെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട്? പെട്ടെന്ന് പറ. ഭയങ്കര സ്ലോ ആന്യ. ആന്യ കുറച്ചുകൂടി ക്യുക്ക് ആവണം. റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര സ്ലോ. പാടാൻ പറയുമ്പോ സ്ലോ. ആന്യ അങ്ങനെ ആണോ? അല്ല. ആ എന്നാ പെട്ടെന്ന് പറ. എത്ര മാർക്ക് വേണം? സ്മാർട്ടായിട്ട് പറ. ഒരു 8 മാർക്ക്. ആ എന്നാ 8.1 പിടിച്ചോ. ഓ താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക ഞാൻ എത്രയായിരിക്കും മോളെ? പെട്ടെന്ന് ക്യുക്ക്. സെയിമാ? സെയിം ആണ്. ഓക്കെ, എന്നാ സെയിം തന്നെ കൊടുക്കാം. എന്നാ പിന്നെ 8.1 കൊടുക്കാം. കുഴപ്പമില്ല. പോട്ടെ, ഒരു എക്സ്ട്രാ ഇരിക്കട്ടെ. 8.2. 8.2. താങ്ക് യു ഷാനിക്ക. ശരത് സർ? അല്ല ഞാനായിട്ട് കുറയ്ക്കത്തില്ല. 8.3. ഓക്കെ ഓക്കെ 24.6 മാർക്സ്. സൂപ്പർ. താങ്ക് യു. ഓക്കെ ഓടിക്കോ. Ni pa maga sa sa